സെക്രട്ടറി, ഈ UDF-ന്റെ ഭരണകാലത്ത് സ്കൂളുകൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അനുമതി ലഭിച്ചില്ല എന്ന് അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായി LDF ഭരിക്കുന്നു. ആ സമയത്ത് വീണ്ടും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നോ? ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? UDF ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നയം എന്ന നിലയിൽ അവരാർക്കും കൊടുത്തിട്ടില്ല. അങ്ങനെ അപേക്ഷ LDF-ന്റെ കാലത്ത് ആർക്കും കൊടുത്തിട്ടില്ല. കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കും. അതല്ല അല്ല അതല്ല ചോദിച്ചാൽ ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് പറഞ്ഞു. എന്ത് അടിസ്ഥാനത്തിലാണ് അത് തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് അറിയാവുന്നതാണ്. സ്വാഭാവികമായും അതിനൊരു വ്യക്തത വേണമല്ലോ. അത് വ്യക്തമാക്കേണ്ട സമയത്ത് ഞാൻ വ്യക്തമായിക്കോളാം. പ്രവൃത്തി കൊണ്ടാണ് അറിയുന്നത്. അതെ, തീവ്രവാദി എന്ന് പറഞ്ഞാൽ മതതീവ്രവാദി എന്നുള്ളതല്ല. അയാൾ ആരായിരുന്നുവെന്നും അയാൾ MSF-ന്റെ പ്രവർത്തനമായിരുന്നു. തന്നോട് ചോദിച്ചില്ലല്ലോ. ഒരാൾ അത് എന്റെ അനുഭവത്തിൽ അതുണ്ട്. അത്ര മാത്രമേ ഇനി കൂടുതൽ അതിനെ പറ്റി ചോദിക്കാം. വേറെ ഒന്നും വേണ്ട. അയാൾ വന്ന് ഈ സാധനം കൂടെ എന്തിനാ എന്റെ കുത്തിക്കുടി കടുത്ത വാക്കാണെന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവകാശവും ഇത് ഉള്ളതുകൊണ്ട് അത് ഞാൻ ചോദിക്കേണ്ട രീതി ചോദിക്കണം. ഒരാള് ചോദ്യം ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി വന്ന് അല്ല, ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അടുത്താണ്ട് ചോദ്യം ഒരു മറുപടി തരാൻ ഞാൻ വേറൊരാൾ ഇതുപോലെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇയാൾ കയറി ഇങ്ങനെ വരികയാണ്. എനിക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് അപേക്ഷ കൊടുക്കാൻ കിട്ടും. ഞാൻ പറയും ഇവിടെ ഇരുന്നുണ്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതല്ലെന്ന് ആദ്യത്തോടെ പറയുന്നുണ്ട്. ചുവരിയാണ്. എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ ചുവരി ഇരുന്ന് മതവിദ്വേഷം പറഞ്ഞു ഒന്ന് വരട്ടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അത് എത്രയോ നാളായിട്ട് പറഞ്ഞു.